നമ്മുടെ ഭരണഘടന സംബന്ധിച്ച് ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ വലിയ ചർച്ച നടക്കുക. അതിൻ്റെ ഇടയിൽ വിജയ് ദിവസ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ ആർമി ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തെ സൃഷ്ടിച്ച ദിവസമായിരുന്നു. ഈ ദിവസം തന്നെ പ്രിയങ്ക ഗാന്ധി പലസ്തീനെ അനുകൂലിക്കുന്ന ഒരു ബാഗുമൊക്കെ ആയിട്ട് ലോക്സഭയിലേക്ക് വരുന്നു. എന്താ ഉദ്ദേശിക്കുന്നത്? അത് പ്രിയങ്കയോട് തന്നെ ചോദിക്കണം. ഒന്ന്, പ്രിയങ്കയെ സംബന്ധിച്ച് പ്രിയങ്കയുടെ അമ്മൂമ്മയാണല്ലോ ഇന്ദിരാഗാന്ധി അല്ലേ? അതെ. അവർ ലോകത്തിൻ്റെ യുദ്ധചരിത്രത്തിൽ വലിയൊരു യുദ്ധവിജയം നേടിയതാണ് ബംഗ്ലാദേശ് യുദ്ധം. അതെ. അതിൽ ഇന്ത്യ വിജയിച്ചു. 90,000 പാകിസ്ഥാൻ തടവുകാരെ ഭടന്മാരെ തടവുകാരായിട്ട് പിടിച്ചു നമ്മൾ. എന്നിട്ട് അവിടെ വന്നിട്ട് AK നിയാസി എന്ന് പറയുന്ന അവരുടെ ലെഫ്റ്റനൻറ്റ് ജനറൽ വന്ന് ഇന്ത്യൻ സൈനികർക്കൊപ്പം ഇരുന്ന് പരാജയം സമ്മതിച്ച് ഒപ്പിട്ടു. റിവോൾവർ എടുത്തും മേശപ്പുറത്ത് വെച്ച് കീഴടങ്ങുന്നതായി കാണിച്ചിട്ട് ഒപ്പിട്ട് കീഴടങ്ങൽ സമ്മതിച്ച ദിവസമാണ്. സത്യത്തിൽ കോൺഗ്രസ്സിന് രാഷ്ട്രീയമായി ആഘോഷിക്കാവുന്ന ദിവസമാണ് അല്ലേ? ഞങ്ങളുടെ കാലത്ത് നടന്ന ഇന്ത്യയുടെ ഐതിഹാസികമായ വിജയം എന്ന് പറഞ്ഞ് കോൺഗ്രസ്സിന് ആഘോഷിക്കാം. വ്യക്തിപരമായി പ്രിയങ്ക ഗാന്ധിക്ക് അഭിമാനിക്കാവുന്നൊരു ദിവസമാണ്. ഇന്ദിരാഗാന്ധിയാണെന്ന് പറഞ്ഞ് അതിന് രണ്ടിനുമുള്ള അവസരം ഈ സ്ത്രീ കളഞ്ഞു വിളിച്ചു. അതായത് കോൺഗ്രസ്സിന് ഒരു രാഷ്ട്രീയ അജണ്ടയില്ല, രാഷ്ട്രീയ പരിപാടിയില്ല, രാഷ്ട്രീയ പാഠപുസ്തകമില്ല. അതുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്താണ്? വിജയദിനം ഞങ്ങൾ നേടിയ മഹത്തായ വിജയം എന്നു പറഞ്ഞ് അവരാഘോഷിക്കേണ്ട ദിവസമാണ് ഈ കോപ്രായം കാണിച്ചത്. ഈ ബാഗ് മാത്രമല്ല, അവരിട്ടിരിക്കുന്ന സാരിയോ ഷാളോ മറ്റോ കണ്ടോ, കറുപ്പും വെളുപ്പും പലസ്തീൻ്റെ അഫിയ ഇല്ലേ തലേക്കെടുത്ത് കഫിയ പോലെ തോന്നിക്കുന്ന ഒരു ഷോളോ സാരിയുടെ ബോർഡറോ മറ്റോ ഉള്ള അതും ധരിച്ചിരുന്നു. അപ്പോൾ പാലസ്തീനോടാണ് ഒരു കൂറ് കാണിക്കുന്നൊരു വേഷം. അവർ വിജയ ദിവസം ബംഗ്ലാദേശിൻ്റെ വിജയദിവസത്തെക്കുറിച്ച് പറയുന്നില്ല, ഇന്ത്യയുടെ വിജയദിനത്തെക്കുറിച്ച് പറയുന്നില്ല. കാരണം അവർ ഇന്ത്യയെക്കുറിച്ച് പറയേണ്ട ദിവസം പലസ്തീന് വേണ്ടിയിട്ട് പറയുന്നു. ഈ കാൻ ഫെസ്റ്റിവലിൽ കനി കുസൃതി കാണിച്ച പോലെയാണ്. അവർക്ക് കാണിക്കാം, അത് സിനിമയാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയമായി ഉള്ള അവരുടെ ഒരു ഔന്നത്യം ചിന്ത വളരെ മോശമാണ്. അത്തരം വിവേകമൊന്നും ഇവർക്കില്ല എന്ന് തെളിയിക്കുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നലത്തെ ദിവസം ഈ ബാഗും തൂക്കി അവിടെ വന്നത്. അപ്പോൾ അറിയില്ല, സ്വന്തം രാഷ്ട്രീയം അറിയില്ല. അതുകൊണ്ടാണല്ലോ ഹിമാചൽ പ്രദേശിലെ സർക്കാർ കർഷകരെ ദ്രോഹിക്കുന്ന നിയമം ഉണ്ടാക്കുന്നു, പണക്കാർക്ക് വേണ്ടി നിയമം ഉണ്ടാക്കുന്നു കർഷകരെ ദ്രോഹിക്കുന്നു എന്ന് പ്രസംഗിച്ചത് സ്വന്തം സർക്കാരാണ്. കർണാടകയിലും ഹിമാചലിലും ഒക്കെയാണ് ഇവർക്ക് സർക്കാരുള്ളത്. സ്വന്തം സർക്കാരാണെന്ന് പോലും അറിയില്ല. വേണമെങ്കിൽ നാവുപിഴ എന്ന് പറയും. നാവുപിഴ അങ്ങനെ വരുമോ? സ്വന്തം സർക്കാർ ഈ സർക്കാർ പ്രസംഗിക്കാൻ നോട്ട്സ് തയ്യാറാക്കിയിട്ടല്ലേ പോകുന്നത്? അതോ ഈ വായി തോന്നുന്ന വിളിച്ച് പറയുകയാണോ എന്നറിയില്ല. അങ്ങനെ ആയിരിക്കാം. എന്തായാലും അത് രാഷ്ട്രീയമായി കോൺഗ്രസിൻ്റെ ഒരു പാപ്പരത്തം ആണ് ഇന്നലെ വിളിച്ചു കാട്ടിയത്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണല്ലോ ഈ വേഷം എടുത്തത്. അപ്പോൾ ഹമാസിനെ കുറിച്ച് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇന്ത്യയിലെ പഴയ പാർട്ടി, ഏറ്റവും പഴയ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി ഇന്നത്തെ രാജകുമാരി വന്ന് സംസാരിക്കുമ്പോൾ ഹമാസും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഒന്ന് ആലോചിക്കട്ടെ. അതായത് ഹമാസ് ഈ കാശ്മീർ വിമോചനത്തിന് യുദ്ധത്തിനൊരുങ്ങാൻ ആഹ്വാനം ചെയ്തിരുന്നു. ഹമാസ് കാശ്മീർ വിമോചിപ്പിക്കാൻ വേണ്ടി യുദ്ധത്തിനൊരുങ്ങണമെന്ന് ഹമാസ് ആഹ്വാനം ചെയ്തിരുന്നു. ഇനി പാലസ്തീൻ അംബാസഡർ വാലിദ് അബു അലി ഒരിക്കൽ ഒരു യോഗത്തിൽ പങ്കെടുത്തു. ആ യോഗത്തിൽ പങ്കെടുത്ത ആരാണെന്നറിയോ? മുംബൈ ബോംബ് സ്ഫോടനത്തിൻ്റെ ആസൂത്രകനായ ഹാഫിസ് സയ്യിദുമായിട്ടാണ് പാലസ്തീൻ അംബാസഡർ ഒരുമിച്ച് വേദി പങ്കിട്ടിരുന്നു. അവർ ഓർക്കുന്നുണ്ടല്ലോ 26/11 മുംബൈയിൽ നടന്ന ഭീകരാക്രമണം. കസബ് ഉൾപ്പെടെ എത്ര ആളുകളാണ് കൊലപ്പെടുത്തിയത്? 300ഓളം ആളുകൾ കൊല്ലപ്പെട്ട മുംബൈ ഭീകരാക്രമണം. ഒടുവിൽ സൈന്യമിറങ്ങിയാണ് ഈ തീവ്രവാദികളെ വെടിവെച്ച് വീഴ്ത്തിയത്. അത്ര ഭീകരമായ ഭീകരാക്രമണത്തിന് പിന്തുണ പലസ്തീൻ്റെ ഭാഗത്തു നിന്ന് ഹമാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. പാകിസ്ഥാനു വേണ്ടിയിട്ട് പാകിസ്ഥാന് കാശ്മീരിനെ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കാശ്മീരിൻ്റെ മോചനത്തിന് വേണ്ടി യുദ്ധം നടത്താൻ തയ്യാറാവണം എന്ന് പറഞ്ഞതാണ് ഹമാസ്. ആ ഹമാസിനെ എങ്ങനെയാണ് ഇന്ത്യയിലെ ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടിയുടെ ഇപ്പോഴത്തെ തലമുറയുടെ ആൾ പാർലമെൻറ്റിൽ വന്ന് ന്യായീകരിക്കുന്നത്? ഇതിപ്പോൾ രാഷ്ട്രീയമായി നമ്മൾ ഉന്നയിക്കേണ്ട കാര്യമാണ്, ആലോചിക്കേണ്ട ചോദ്യം. പുറത്തിറങ്ങി പ്രതിഷേധിക്കുക, മനസ്സിലാക്കാം. പുറത്തിറങ്ങി പ്രതിഷേധിക്കുമ്പോൾ നമുക്ക് പ്രതിഷേധ യോഗങ്ങളിൽ പങ്കെടുക്കാം. പക്ഷേ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഈ പാർലമെൻറ്റ് ആക്രമിച്ചതാരാ? പാകിസ്ഥാൻ പിന്തുണയുള്ള തീവ്രവാദികളാണ്. ആ പാകിസ്ഥാന് പിന്തുണ കൊടുത്തവരാണ് ആര്? ഹമാസ്. അവർക്ക് വേണ്ടി അനുകൂലമായി ഒരു സിംബോളിക്കായിട്ട് പ്രതീകാത്മകമായി ഒരു വേഷം കെട്ടൽ പ്രിയങ്ക ഗാന്ധി പാർലമെൻറ്റിൽ നടത്തി. ഈ രണ്ട് സംഭവങ്ങൾ, ഒന്ന് ഇന്ത്യ പാകിസ്ഥാനുമേൽ നേടിയ വിജയം ആഘോഷിക്കാതിരിക്കൽ, അതേക്കുറിച്ച് പറയാതിരിക്കൽ. രണ്ട്, ഇന്ത്യക്കെതിരെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹമാസിനെ പരസ്യമായി പിന്തുണയ്ക്കലിലൂടെ ഇവർ പുറത്ത് കാട്ടുന്നത് ഇന്ത്യ വിരുദ്ധമായ നിലപാടല്ലേ? അതെ. അപ്പോൾ ഇന്ത്യക്ക് അനുകൂലമല്ല ഇവരുടെ മനസ്സ്. അപ്പോൾ BJPയുടെ വക്താവ് പറഞ്ഞ പോലെ പുതിയ മുസ്ലിം ലീഗാണ് കോൺഗ്രസ്.
ശരിയാണ്. നോക്കൂ, മുസ്ലിം 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 എന്നുള്ള ഒറ്റ വാചകം മാത്രമേ കോൺഗ്രസ് നേതാക്കൾക്ക് പറയാനുള്ളൂ, അല്ലേ? രണ്ട് കാര്യങ്ങൾ ആവർത്തിച്ചു, ഒന്ന് EVM ഒന്ന് മുസ്ലിം. ഈ രണ്ട് വാചകങ്ങൾ മാത്രം പറയുന്ന പാർട്ടിയായി കോൺഗ്രസ് പാർട്ടി മാറി. അതുകൊണ്ടാണ് BJPയുടെ നേതാവ് ഗാംഗുലി പറഞ്ഞത് ഇത് പുതിയ കാലത്തെ മുസ്ലിം ലീഗാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞത്. ഏതായാലും നമ്മൾ നോക്കുമ്പോൾ ഞാൻ ശരിക്കും ആ ബാഗ് നോക്കുമ്പോൾ അതിൻ്റെ ചില പ്രതീകാത്മകമായ സിമ്പലൊക്കെ അതിനകത്തുണ്ട്. അതിനകത്തത് പറയപ്പെടുന്നത് ഞാൻ മനസ്സിലാക്കിയത് ദ റിവർ ടു സീ എന്ന് പറഞ്ഞൊരു ക്യാമ്പയിനുണ്ട്. അതായത് പലസ്തീനെ പൂർണ്ണമായും നശിപ്പിക്കണം, ജൂതന്മാരെ മുഴുവൻ കൂട്ടക്കൊല ചെയ്യണം എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ്റെ മുദ്രാവാക്യമായിരുന്നു ദ റിവർ ടു ദ സീ എന്ന് പറഞ്ഞത്. ഒറ്റ രാജ്യം, അതായത് പലസ്തീൻ എന്ന് പറഞ്ഞ ഒറ്റ രാജ്യം മതി, ഇസ്രായേൽ വേണ്ട. അതാണ് അവിടെ വെച്ച് ജോർദാൻ നദി മുതൽ മെഡിറ്ററേനിയൻ സീ വരെ, മധ്യധരണാഴി വരെയുള്ള ആ പ്രദേശം, ജോർദാൻ നദി മുതലുള്ള പാലസ്തീൻ മതി, ബാക്കി ജൂതന്മാരെ തുടച്ചു നീക്കണം എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനാണ് ദ റിവർ ടു ദ സീ എന്ന് പറയുന്നത്. നദി മുതൽ കടൽ വരെ, നദി മുതൽ കടൽ വരെയുള്ള ആ പ്രദേശം ആരുടെ ആയിരിക്കണം? പലസ്തീൻ്റെ ആയിരിക്കണം. ജൂതന്മാരെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കണം എന്ന് പറയുന്ന ഒരു വയലൻറ്റ് മുദ്രാവാക്യമുണ്ട്. ആ മുദ്രാവാക്യത്തിൻ്റെ സിമ്പലാണ് പ്രിയങ്ക ഗാന്ധി ഇന്നലെ ധരിച്ചുകൊണ്ടു വന്ന ബാഗിൽ പ്രിൻ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ജൂതന്മാരെ മുഴുവൻ കൂട്ടക്കൊല ചെയ്യണമെന്ന് ആവശ്യമുന്നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് 60 വർഷം ഇന്ത്യ ഭരിച്ച പാർട്ടി എന്ന് ലോകത്തിൻ്റെ മുന്നിൽ, ഇസ്രായേലിൻ്റെ മുന്നിൽ വെളിവാക്കപ്പെടുകയാണ്. മനസ്സിലായില്ലേ? അതെവിടെ? ഇന്ത്യൻ പാർലമെൻറ്റിൽ ഈ ചിഹ്നവും ധരിച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ കോൺഗ്രസിൻ്റെ ഇന്ത്യയിലെ ദീർഘകാലം ഇന്ത്യ ഭരിച്ച, ഏറ്റവും കൂടുതൽ കാലം 6 പതിറ്റാണ്ടോളം ഇന്ത്യ ഭരിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാട് ജൂതന്മാരെ ഭൂമിയിൽ നിന്ന് കൊന്നൊടുക്കുക എന്നതാണ്. എന്തുവരില്ലേ? പരസ്യമായി പറയുന്നതിന് തുല്യമാണ്. ഇത് നോക്കൂ, UK ഒരു സംഭവം ഉണ്ടായി. UK ലേബർ പാർട്ടിയുടെ MP ആയിരുന്ന ആൻഡി മക്ഡൊണാൾഡ് ഈ മുദ്രാവാക്യം ദ റിവർ ടു ദ സീ എന്നുള്ള മുദ്രാവാക്യം മുഴക്കി പലസ്തീൻ അനുകൂലമായിട്ട്. അയാളെ ലേബർ പാർട്ടി പുറത്താക്കിയിരുന്നു, പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ദ റിവർ ടു ദ സീ എന്നുള്ള മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ നദി മുതൽ കടൽ വരെ പലസ്തീൻ്റെയാണ് എന്ന് പറഞ്ഞാൽ അവിടെ ജൂതന്മാരെ തുടച്ചു നീക്കണമെന്ന് പറയുകയാണ്. ആ പറയുന്ന മുദ്രാവാക്യം മുഴക്കിയതിന് ബ്രിട്ടീഷ് MPയെ ലേബർ പാർട്ടി പുറത്താക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലായി. അതെ. മാത്രമല്ല, 2 രാജ്യങ്ങൾ, പലസ്തീനും ഇസ്രായേലും എന്നുള്ള 2 രാജ്യങ്ങൾ എന്നുള്ള ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചതാണ്. അതെ, അത് വേണ്ട എന്നാണ് പ്രിയങ്ക ഗാന്ധി ഈ മുദ്രാവാക്യത്തിലൂടെ പറയുന്നത്. ഏത്? റിവർ ടു ദ സീ മതി എന്ന് പറഞ്ഞാൽ ജൂതന്മാർ ഭൂമിയിൽ വേണ്ട. അത് ഇൻ്റർനാഷണലി, രാജ്യാന്തര തലത്തിൽ എത്ര ഭീകരമായ പ്രത്യാഘാതം ഉണ്ടാക്കും. പ്രിയങ്ക ഗാന്ധി ഇന്ത്യയിലെ ഭരണവർഗ കുടുംബമാണ്, അല്ലേ? ദീർഘകാലം നെഹ്റു മുതൽ രാജീവ് ഗാന്ധി വരെയുള്ള കാലം, അല്ലെങ്കിൽ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെ ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഇന്നത്തെ ഏറ്റവും വലിയ നേതാവ് ദ റിവർ ടു ദ സീ എന്നുള്ള മുദ്രാവാക്യം, ജൂതന്മാരെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കണം എന്നുള്ള മുദ്രാവാക്യം ആലേഖനം ചെയ്ത ഒരു ബാഗുമായി ഇന്ത്യയുടെ പാർലമെൻറ്റിൽ, പൊതുവേദിയിലല്ല, പൊതുചടങ്ങിലല്ല, പാർലമെൻറ്റിൽ നിയമനിർമ്മാണ സഭയിൽ വരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് വളരെ വലുതാണ്. അപ്പോൾ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ മോദി ഒരു വലിയ നയതന്ത്ര പ്രതിനിധിയായിട്ട് നിൽക്കുന്നു. ഒപ്പം ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ സഹോദരി ഇത്തരത്തിലുള്ള നിലപാടുമായിട്ട് ലോക്സഭയുടെ മുമ്പിലേക്ക്. അത് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ പ്രശ്നം കോൺഗ്രസ് വല്ലാത്തൊരു ഐഡിയോളജിക്കൽ ക്രൈസിസ്, പ്രത്യയശാസ്ത്രപരമായ ഒരു പ്രതിസന്ധി കോൺഗ്രസിനുണ്ട്. എന്ത് ചെയ്യണമെന്നറിയില്ല. അല്ലെങ്കിൽ നോക്കൂ, നമ്മൾ ആദ്യം പറഞ്ഞത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നേടിയ മഹത്തായ സൈനിക വിജയം, അഭിമാനകരമായ വിജയം, നമുക്ക് ഓർമ്മിക്കുമ്പോൾ നമുക്ക് രോമാഞ്ചം വരുന്ന വിജയം. അതെ, ആ വിജയം ഉണ്ടായത് ആഘോഷിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞില്ല. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇത്രയധികം ഭടന്മാർ കീഴടങ്ങിയ 90,000 പേര് കീഴടങ്ങിയ ഒരു യുദ്ധം വേറെയില്ല. അത് സെലിബ്രേറ്റ് ചെയ്ത് പാർലമെൻറ്റിൽ നിന്നുള്ള വിജയ ദിവസത്തിൻ്റെ കൊടിക്കുറ പാറിച്ച് അഭിമാനത്തോടെ ഇതാടാ ഞങ്ങളുടെ ഇന്ത്യ എന്ന് മോദിയുടെ മുഖത്ത് വിരൽ ചൂണ്ടി പറയാനുള്ളൊരു അവസരമായിരുന്നു. ഇങ്ങനൊരു പാരമ്പര്യം ഇന്ത്യക്കുണ്ട് എന്ന് പറയാം. അത് എനിക്ക് തോന്നുന്നത് അത് പറയാത്തതിന് കാരണം മനഃപൂർവ്വമാണെന്നാണ് തോന്നുന്നത്. പ്രത്യയശാസ്ത്രപരമായ ഐഡിയോളജി അല്ല, നേരത്തെ പറഞ്ഞ ചില പ്രത്യേക വിഭാഗങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട്. ആ ബംഗ്ലാദേശ് ഇപ്പോൾ നമുക്കെതിരെ നിൽക്കുകയാണ്. നമുക്കെതിരെ നിൽക്കുകയെന്നല്ലേ, ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പറയുമ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയേണ്ടി വരും. അതാണല്ലേ ഒരു തന്ത്രപരമായാണ്. ബംഗ്ലാദേശ് നമ്മളുണ്ടാക്കിയ രാജ്യമാണ്. ഇന്ത്യ നേടിയ വിജയത്തിലൂടെയാണ് ബംഗ്ലാദേശ് ഉണ്ടായത്. പക്ഷേ ഇന്ന് ഇന്ത്യൻ വംശജരായ, ഇന്ത്യക്ക് സാഹോദര്യമുള്ള ഹിന്ദുക്കളടക്കമുള്ളവരെ ബംഗ്ലാദേശ് ദ്രോഹിക്കുന്നു എന്നതുകൂടെ പറയേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ പെണ്ണുമ്പിള്ള കളിച്ചൊരു നാടകമാണ്. അങ്ങനെ പറയേണ്ടി വരുന്നത് വിഷയം മാറ്റി കിട്ടുന്നു. അതെ, അത് പ്രേക്ഷകർ ക്ഷമിക്കണം, ഇവർ പെണ്ണുമ്പിള്ള എന്ന് പറയണം. കാരണം ഞാൻ സ്ത്രീകളെ ആക്ഷേപിച്ച് പറഞ്ഞതല്ല. ഒരു സാധാരണ വീട്ടമ്മയുടെ ലെവലിലേക്ക് ഇവർ താഴ്ന്നു പോവുകയാണ്. നമ്മൾ ഇവരെ കാണുന്നത്
ഈ രാജ്യത്തെ ഒരു വലിയ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ്. അതെ, ഒരു വലിയ കുടുംബ ഒരു രാഷ്ട്രീയ ബോധമുള്ള ഒരു സ്ത്രീ എന്ന നിലയിലാണ്. കാരണം അതുകൊണ്ടാണല്ലോ അവർ വയനാട്ടിൽ എത്രയോ സ്ത്രീകളുണ്ട്. എന്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി മാത്രം പാർലമെൻറ്റിലേക്ക് പോകുന്നത്? അവരുടെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അവരിലുള്ള രാഷ്ട്രീയമായ വിശ്വാസം, അവരുടെ പൊളിറ്റിക്കൽ ഐഡിയോളജിയിലുള്ള ഒരു മുറുക്കം, കുടുംബം, ഇതെല്ലാം നോക്കിയിട്ടാണ്. എത്രയോ സ്ത്രീകളുണ്ട്. അതിലെന്തുകൊണ്ട് പ്രിയങ്ക എന്ന് വരുമ്പോൾ പ്രിയങ്ക അവരിൽ നിന്ന് വ്യത്യസ്തയാണെന്നുള്ള വിചാരം കൊണ്ടാണ്. പക്ഷേ അവരെക്കാളും താഴ്ന്ന ലെവലിലേക്കാണ് ഇവർ ഇറങ്ങിപ്പോകുന്നത് എന്ന് നമുക്ക് കാണേണ്ടി വരുന്നത് വളരെ നിർഭാഗ്യകരമല്ല, ലജ്ജാകരമാണ്. ഏതായാലും ഈ ഇന്ത്യക്ക് വല്ലാത്ത ക്ഷീണമുണ്ടാക്കുന്ന, കാരണം ഇന്ത്യ ക്ഷീണിക്കണമെന്നാണല്ലോ അവരാഗ്രഹം. കാരണം എനിക്ക് പ്രധാനമന്ത്രിയായില്ലെങ്കിൽ എൻ്റെ ബ്രദറിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാത്തതുകൊണ്ട് ഇന്ത്യ മുടിഞ്ഞും പണ്ടാറടങ്ങി പോട്ടെ എന്ന് പറയുന്നൊരു പ്രകൃതമുണ്ട്. ഏതായാലും മറ്റൊന്നുകൂടിയുണ്ട്. ഇതേ സമയത്ത് തന്നെ പലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ ഇസ്രയേലുമായി നല്ല ബന്ധം ഉണ്ടാക്കിയതും കോൺഗ്രസ് സർക്കാരുകളായിരുന്നു. ഇന്ന് ആ കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ് പലസ്തീനികളെ മുഴുവൻ സംരക്ഷിച്ച് ജൂതന്മാരെ മുഴുവൻ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കണം എന്ന് പറയുന്ന ദ റിവർ ടു ദ സീ എന്നുള്ള മുദ്രാവാക്യം ആലേഖനം ചെയ്ത ബാഗുമായി ഇന്ത്യയുടെ നിയമനിർമ്മാണ വേദിയായ പാർലമെൻറ്റിലെത്തിയത് എന്നത് അങ്ങേയറ്റം ലജ്ജാകരമാണ്, നിർഭാഗ്യകരമാണ്. ഇത് ലോകത്ത് നിന്ന് ജൂതന്മാരെ തുടച്ചു നീക്കണമെന്ന് പ്രിയങ്ക ഗാന്ധി വിളിച്ചു പറഞ്ഞതുപോലെയായി മാറി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.